ഹലോ, കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണി വെച്ച് നോക്കിയാലോ? അപ്പോൾ ഇതാ മീഡിയം സൈസ് സവാളയും നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതാ അതിലേക്ക് നല്ല പഴുത്തിട്ടുള്ള അത്യാവശ്യം ഒരു വലിപ്പമുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും മല്ലിയില പുതിനയില അതുപോലെ തന്നെ കറിവേപ്പില. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇച്ചിരി മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല 2 ടേബിൾ സ്പൂൺ പുളിയുള്ള തൈര് അതുപോലെ തന്നെ ഒരു ലെമൺ ജ്യൂസ് കൂടെ ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അതിൻ്റെ ജ്യൂസ് ഇറങ്ങി വരുന്ന പാകത്തിന് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം കേട്ടോ. അതിനുശേഷം മാത്രമേ ചിക്കൻ ഇടാൻ പാടുള്ളൂ. അങ്ങനെ ഇത് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ മുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ പോരാൻ തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റൈസ് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിലേക്ക് കുറച്ച് 6 kg നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും സ്പൈസസും പിന്നെ 3 ഗ്ലാസ് ജീരകശാല റൈസാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് റൈസ് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ റൈസ് സെറ്റായി വന്നപ്പോൾ അതിലേക്ക് റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി പൊരിച്ചതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയില പുതിനയില കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇതിലേക്ക് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ റൈസിലേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കോഴിക്കോട് ദം ബിരിയാണി സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.